മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് ഒരു ഓണപ്പാട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓണം വരികയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് വന്ന് പൂവിളി പൂവിളി പൊന്നോണമായി. അപ്പോൾ ഈ പാട്ടിൻ്റെ നമുക്കിതിൻ്റെ രാഗം ഏതാണെന്ന് നോക്കാം. അതേസമയം അത് ഏത് സ്കെയിലിലാണെന്ന് നോക്കാം. പിന്നെ ഇതിന് പറ്റിയ കോഡ്സ് നമുക്ക് നോക്കാം. അതേസമയം പിന്നെ ബോർഡിൽ മിസ് എപ്പോഴും എഴുതുന്ന പോലെ എയുടെ കോഡ്സ് ഇന്ന് 48ാമത്തെ കോഡ്സാണ് എയിലിട്ടിരിക്കുന്നത്. അത് എയുടെ കോഡ്സ് 1 തൊട്ട് 48 കോഡ്സ് വരെ പഠിച്ചിട്ടുള്ളൊരു മിസ്സിന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഓർഡറായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നമുക്ക് ഈ പാട്ടിൻ്റെ സ്വരസ്ഥാനം നോക്കാം. ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഇത് വലച്ചി എന്ന രാഗമാണ്. അപ്പോൾ മേളകർത്ത രാഗത്തിലെ 16ാമത് രാഗമാണ് ചക്രവാകം. ചക്രവാകം രാഗത്തിൻ്റെ ഉള്ള ജന്യരാഗമാണ് വലച്ചി എന്ന രാഗം. സ്വരസ്ഥാനം പോകുന്ന ഇങ്ങനെ ഷഡ്ജം സി ആണ്. പിന്നെ അന്തരഗാന്ധാരം ഇ, ഇത് വരുന്നില്ല, എഫില്ല. പിന്നെ വന്നിട്ട് പഞ്ചമം ജി ആണ്. ചതുശ്രുതി ദൈവതം എ. ബി ഫ്ലാറ്റിന് കൈശിക നിഷാദം എന്ന് പറയും. പിന്നെ ഷഡ്ജം. ആ പാട്ടിൻ്റെ ഒരു സ്വരം വന്നല്ലേ, മാനം തെളിഞ്ഞു നിന്നാൽ. ആ പാട്ട് ഈ രാഗത്തിൽ തന്നെയാണ്. നമുക്ക് ഇനി ഒരു ക്ലാസ്സിന് അതെടുക്കാം. നമുക്ക് ഇപ്പം നമ്മൾ പൂവിളി പൂവിളി പൊന്നോണമായി, ഓണമല്ലേ, നമുക്കതെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്കെയിൽ നോക്കുവാണെങ്കിൽ മിസ് നിങ്ങൾക്ക് എടുത്തു തരുന്ന സ്കെയിൽ സിയിലാണ് നിങ്ങൾ മിസ് പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമാണ്, ആ സ്വരത്തിൻ്റെ തന്നെ പോവാം. പക്ഷേ ഒറിജിനൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ഏത് സ്കെയിലാന്നുള്ളതല്ല നിങ്ങളെ മിസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടി മിസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ സ്കെയിലിൽ, ഏത് സി മേജർ. അപ്പോൾ ഇതെങ്ങനെ വരും? നമ്മളിതിനെ ആക്സിഡൻ്റൽ നോട്ടായിട്ട് പറയും. കാരണം എഫ് മേജർ വന്നാൽ ഇങ്ങനെ വരും. പക്ഷേ ഈ രാഗത്തിൽ എഫില്ല. ഓക്കെ, കയറ് വരുന്നുണ്ടെങ്കിലും ഇതിനകത്ത് എഫിലല്ല പാട്ട് ആരംഭിക്കുന്നത്. പിന്നെ വന്നിട്ട് ഡി മൈനർ. ഇപ്പോൾ ഡി മൈനറിൽ ആണ് ഇത് വരും. പക്ഷെ നമ്മളിവിടെ ലാൻഡ് ചെയ്യുന്ന, ഈ പാട്ട് ലാൻഡ് ചെയ്യുന്ന ഇവിടെയായിട്ടാണ് കാണുന്നത്. ലാൻഡിങ് നോട്ട് വെച്ചാണ് മിക്കവാറും നമ്മൾ പാട്ടുകളുടെ സ്കെയിൽ ഡിസൈഡ് ചെയ്യുന്ന, അങ്ങനെ തീരുമാനിക്കുന്നത്. ഇത് ലാൻഡിങ് നോട്ട്. അപ്പോൾ ഇവിടെ വരുന്നത്. അപ്പോൾ സി ഇവിടെ ആരംഭിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിസ്സിൻ്റെ ഒരു കൺസെപ്റ്റ്, ഇത് സി മേജർ സ്കെയിലിൽ ഇതൊരു ആക്സിഡൻ്റൽ നോട്ടായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പാട്ട് എങ്ങനെയാണെന്ന് നോക്കണ്ടേ. ഇത് കണ്ടോ, ഈയിലാണ് പിടിക്കുന്നത് കേട്ടോ. ഈയിൽ പിടിച്ച് ആരംഭിക്കുന്നത് കേട്ടോ. പൂവിളി ഇവിടെ.
ലാൻഡ് ചെയ്തതല്ലേ. ഇനി ഇതിത്രയാണ് പല്ലവി. അപ്പോൾ അനുപല്ലവിയും ശരണവും ഒരുപോലെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് മിസ്സ് അനുപല്ലവി കാണിച്ചു തരാം. അതേ നോട്ട് തന്നെയാണ് ശരണത്തിലും വരുന്ന, ലിറിക്സും മാറും. അപ്പോൾ നിങ്ങൾ ആ നോട്ട തന്നെ പിടിച്ചാൽ മതി, ഒത്തിരി നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ. ഈ പാട്ടിൻ്റെ ലെന്ത് ഈ ജിയിലിരുന്ന് ഈ ഡി വരയ്ക്കുവാണ് ഇതിൻ്റെ ലെന്ത് കാണുന്നത്. അപ്പോൾ നമുക്കിനി അനുപല്ലവി കാണിച്ചു തരാം മിസ്. എങ്ങനെ ഇതുണ്ട് ഈ എഫ് ജി എ ഇ ഡി സി ഡി ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവുക. അതിനിടയ്ക്ക് അനുപല്ലവിയിൽ എഫ് കയറി വരും, ഡി ഓൾറെഡി കയറി വന്നു അല്ലേ. ഇവത്തി ഇല്ലാത്ത അന്യസ്വരം ഇത് രണ്ടും കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഇത് ആദ്യം എടുത്ത പോലെ തന്നെ വരും. എന്താ ഇപ്പം ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഈ പാട്ടിൻ്റെ, ഇത്രയും കീഴിൽ ഈ പാട്ട് ഇരിപ്പുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് ഈ ബിയിൽ നിങ്ങൾ കൈ വയ്ക്കരുത്. കാരണം ബിക്ക് പകരമാണ് ബി ഫ്ലാറ്റാണ് പിടിക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാ സ്വരങ്ങളിലും വരുന്നുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ ഉള്ള സ്വരത്തിലാണ് ഈ പാട്ട് വയ്ക്കുന്നത്. നിങ്ങളെടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ട പിന്നെ ഇവിടെ വന്നിട്ട് കണ്ട ഇതുപോലെ ഇല്ലേ. അതുപോലെ തന്നെ അനുപല്ലവി വരുമ്പോൾ എങ്ങനെ വരും കണ്ട. അപ്പം ഇങ്ങനെ ഇവത്തേക്ക് ഈ കൈ ഇവിടെ വരാതെ സൂക്ഷിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ കോഡ്സ് എങ്ങനെ പിടിക്കുക? നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് ഏകദേശം ഈ ബി അല്ലാത്ത എല്ലാ നോട്ടുകളും വന്നു അല്ലേ. വൈറ്റ് കീസ് എല്ലാം ഓൾമോസ്റ്റ് ഇവിടം വരെ വന്നു, ഇത് വന്നു. അപ്പോൾ നമ്മൾ എന്താ, നമുക്ക് വന്നിട്ട് സി മേജർ പിടിക്കുക. കണ്ടോ? പിന്നെ വന്നിട്ട് എന്താ, നമ്മൾ ബി ഫ്ലാറ്റ് കൈ വെച്ചായിരുന്നല്ലോ, നമുക്കിത് ബി C7 പിടിക്കാം. പിന്നെന്താ എ ഉണ്ടല്ലോ, അപ്പം നമുക്ക് എ കോഡ് പിടിക്കാം. എ മൈനറാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പ്ലേ ചെയ്ത് നമ്മളല്ലേ. ആ സമയത്ത് നോക്കതേ A-6 പിടിക്കാം. പിന്നെ ഡി കാര്യമായിട്ട് കയറി വന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ അല്ലേ. അപ്പോൾ എന്തുവാ, നമ്മൾ ഡി എഫ് എ പിടിച്ചാൽ ഡി മൈനർ കോഡായി. കണ്ടോ? അതേസമയം നമ്മൾ എഫിലും കൈവച്ചായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ ഡിന്ന് കൈയെടുത്ത് സിയിലേക്ക് വയ്ക്കുക, ഫിംഗർ. എഫ് മേജർ സ്കെയിൽ കോഡ് വന്ന കണ്ടോ? അങ്ങനെ നമുക്ക് വന്ന ജി മൈനർ ഇത് പഠിക്കാം. ഇങ്ങനെ പല കോഡ്സുകളും ഇതിന് പിടിക്കാം. പക്ഷേ ഈ കോഡ്സുകൾ ഇതിനുള്ള കോഡാണ് കേട്ടോ. ഇപ്പോഴേ മിസ് ബോർഡിലേക്ക് കാണിച്ചു തരാം. ബോർഡിൽ നമ്മൾ പിടിക്കുന്നത് വന്ന് എ ഫ്ലാറ്റ് 13. അപ്പം അത് ഇങ്ങനെ പിടിക്കണം കേട്ടോ മക്കളെ. ഇത് കണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇതിൻ്റെ കോഡ്സ് അല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മൾ 48 കോഡ് എയിലുണ്ടെന്ന് പറഞ്ഞില്ലേ. എക്ക് എ ഫ്ലാറ്റിനും കൂടി 48 കോഡ്. എയിൽ 24 കോഡ്. എ ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ 24 അങ്ങനെ 48 കോഡ്. ഇത് 48 കോഡും ഈ ക്ലാസ്സോട് തീരുകയാണ്. ഇനി അടുത്ത ക്ലാസ് നമ്മൾ എടുക്കുന്നത് ബി ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിംഗർ ഇങ്ങനെ ഇരിക്കുമല്ലേ, കണ്ടല്ലോ. അപ്പോൾ എ ഫ്ലാറ്റ് 13 എന്ന് കണ്ടാൽ നിങ്ങൾ ഈ 4 സ്കീലാണ് കൈവയ്ക്കാനുള്ളത്. പക്ഷേ ഇപ്പം ഈ എ ഫ്ലാറ്റ് 13 ഫ്ലാറ്റ് 9 എന്ന് കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഒരു സെമിറ്റും താഴേക്ക് ഇറങ്ങി വന്നു കണ്ടോ? അതാണ് വ്യത്യാസം. ഈ ഫ്ലാറ്റിൽ നിന്ന് എയിലേക്ക് വെച്ചു. ഇത് മാത്രമാണ് ഇവർക്ക് ഈ കോഡ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കോഡ്സ് എല്ലാം പഠിച്ച് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കിനി ബോർഡിലേക്ക് നോക്കിയാലോ. അതേസമയം ഈ പാട്ട് ഒന്നും കൂടി മിസ് വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് കണ്ട
നന്നായിട്ട് ഇങ്ങനെയാണ് സ്ലോയിലെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എ ഫ്ലാറ്റ് 13 അപ്പോൾ എ ഫ്ലാറ്റ് 13 എഫ് സി ബി ഫ്ലാറ്റ് ജി ഫ്ലാറ്റ് മിസ് പിടിച്ച് കാണിച്ചായിരുന്നല്ലേ. അതുപോലെ ഓർഡറായിട്ട് പിടിക്കുക. എ ഫ്ലാറ്റ് 13 എ ഫ്ലാറ്റ് 13 വിത്ത് ഫ്ലാറ്റഡ് 9 ഇങ്ങനെ എഴുതണം. ഇത് കണ്ടോ. അപ്പോൾ ഇതങ്ങനെ സെയിം നോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരേ ഒരു ചേഞ്ച് ബി ഫ്ലാറ്റ് മാറി എ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം നോട്ട്. ഇത് മാറ്റി മാറ്റി മിസ് പിടിച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ ആഴ്ച കൊണ്ട് നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമ്മുടെ എയുടെ കോഴ്സ് 48 കോഴ്സും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബിയുടെ കോഴ്സ് പഠിക്കാം അടുത്ത ക്ലാസ്സിലിരുന്ന്. അപ്പോൾ ഇതിനകത്ത് സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കുക. ഇങ്ങനെയാണ് നോട്ട് എഴുതുമ്പോൾ കണ്ട നൊട്ടേഷൻ വരുമ്പോൾ ഇതാണ്, ഈ ലൈനിലാണ് എഫ് കിടക്കുന്നത്. സി എവിടെയാ? ഈ നടുക്കത്തെ സ്ഥലത്ത് കണ്ടോ. ഇത് വന്ന് എ, പിന്നെ ജി ഫ്ലാറ്റ്. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ബി ആണ് വന്നിരിക്കുന്നത്. എയ്ക്ക് ഇവിടുത്തെ എയ്ക്ക് പകരം ഇവിടെ ബി വന്നു. അതാണ് ഡിഫറൻ്റ് ഉള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാ കോഴ്സും മിസ് പഠിപ്പിക്കുന്ന കോഴ്സെല്ലാം നിങ്ങൾ എഴുതി വെക്കണം, അല്ല മറന്നു പോകും. മിസ്സും ചിലപ്പോഴൊക്കെ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഈ പാട്ട് വന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓരോ കീലിങ്ങനെ പിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.